ഫെബ്രുവരി 12 ബാസിനിലെ കന്യക. മാതാവിൻ്റെ വലിയ സ്നേഹത്തിൻ്റെ പ്രചോദനം ഉൾക്കൊണ്ട് വിശുദ്ധ കോൺസ്റ്റാൻസോ മാതാവിൻ്റെ നാമധേയത്തിൽ ഒരു പള്ളി പണിയുവാൻ തീരുമാനിച്ചു. കോൺസ്റ്റാൻസോ ആവശ്യ സാധനങ്ങൾ തിരക്കി മരപ്പണിക്കാരുടെ അരികിൽ ചെന്നപ്പോൾ ഒരു വെളുത്ത പ്രാവ് പല പ്രാവശ്യം പ്രത്യക്ഷപ്പെടുന്നതും അതിൻ്റെ ചുണ്ടിൽ മരക്കഷ്ണങ്ങൾ കൊത്തി ആകാശത്തിലൂടെ പറന്ന് ഒരു മലയുടെ മുകളിൽ വയ്ക്കുന്നതും കണ്ടു. ആകാംക്ഷയോടെ അതിനെ പിന്തുടർന്ന് കോംചെ പട്ടണത്തിലെത്തിയപ്പോൾ അദ്ദേഹം മനസ്സിലാക്കി, പള്ളി പണിയാനുള്ള ചുറ്റളവ് പ്രാവ് മരക്കഷ്ണത്താൽ അടയാളപ്പെടുത്തിയിരിക്കുന്നത്. മുകളിലേക്ക് നോക്കിയപ്പോൾ കോൺസ്റ്റാൻസോ കണ്ടത് ഒരു സ്ത്രീയുടെ കയ്യിൽ ഒരു കുഞ്ഞ് ഇരിക്കുന്നതും പ്രാവ് അടയാളപ്പെടുത്തിയിരിക്കുന്നിടത്തേക്ക് കൈ ചൂണ്ടിയിരിക്കുന്നതുമാണ്. അതുകൊണ്ട് മാതാവിനോടുള്ള സ്നേഹത്തിൻ്റെയും അദ്ദേഹത്തിൻ്റെ മാനസാന്തരത്തിൻ്റെയും അടയാളമായി ആ സ്ഥലത്ത് ഒരു പള്ളി പണി കഴിപ്പിച്ചു. നമുക്ക് പരിശുദ്ധ അമ്മയോട് ഇന്ന് പ്രത്യേകമായ രീതിയിൽ പ്രാർത്ഥിക്കാം. ഏതെങ്കിലും പുതിയ സംരംഭങ്ങൾ ആരംഭിക്കുന്നുണ്ടെങ്കിൽ, ഏതെങ്കിലും ഇൻ്റർവ്യൂ പരീക്ഷകൾ തയ്യാറായിരിക്കുന്നുണ്ടെങ്കിൽ, ജീവിതാന്തസ്സിൻ്റെ ഒരു തീരുമാനമെടുക്കാൻ വേണ്ടി അതിൻ്റെ ആലോചനയിൽ ആണെങ്കിൽ, ജോലി സംബന്ധമായ മേഖലകളിൽ ഒരു മാറ്റത്തിന് വേണ്ടി ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ, പരിശുദ്ധ മാതാവ് അത് നമുക്ക് വെളിപ്പെടുത്തി തരും. പരിശുദ്ധ മാതാവിൻ്റെ അടുത്ത് നമ്മൾ സമർപ്പിക്കുന്ന പ്രാർത്ഥനകൾ, നമ്മുടെ ആവശ്യങ്ങളെല്ലാം പരിശുദ്ധ അമ്മ ഈശോയുടെ അടുത്ത് പറഞ്ഞ് നമുക്കാവശ്യമുള്ള അനുഗ്രഹങ്ങളെല്ലാം അവിടുന്ന് നമുക്ക് വാങ്ങിത്തരും. നമുക്ക് പ്രാർത്ഥിക്കാം. നന്മ നിറഞ്ഞ മറിയമേ സ്വസ്തി, കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകളിൽ നിന്ന് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങേ ഉദരത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാൻ്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചു കൊള്ളണമേ. നമുക്ക് ഈശോയുടെ ആശീർവാദം സ്വീകരിക്കാം. നമ്മുടെ കർത്താവായ ഈശോ മിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നാം എല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.